തന്റെ കുലത്തൊഴിലായ മുറം നിർമ്മാണമായിരുന്നു ജീവിതത്തിന് മാർഗമായി പാക്കനാർ കണക്കാക്കിയിരുന്നത്. ഈ 10 മുറവും കൊണ്ട് രാവിലെ അദ്ദേഹം ഒരു തെണ്ടാൻ ഇറങ്ങും. ആദ്യം കണ്ട വീട്ടിൽ കയറും, മുറം കൊടുക്കും. വീട്ടുകാരും പാക്കനാരും തമ്മിൽ മുറത്തിന് വിലപേശൽ നടക്കും. നിങ്ങൾ ആ മുറം എടുക്കണ്ട എന്ന് വിലപേശലിൽ തമ്മിൽ തെറ്റി എന്റെ 9 മുറം തിരിച്ചു തരൂ എന്ന് പാക്കനാർ പറയും. അപ്പോൾ വീട്ടുകാർ വിചാരിക്കും പാക്കനാർക്ക് കണക്ക് തെറ്റിയതാണ്. 10 മുറം തന്ന് 9 മുറമാണ് തിരിച്ചു ചോദിക്കുന്നത്. പാക്കനാരെ പറ്റിച്ചു എന്ന് കണക്കാക്കി 1 മുറം എടുത്തു വെച്ച് 9 മുറം വീട്ടുകാർ തിരിച്ചു കൊടുക്കും. അടുത്ത വീട്ടിൽ കയറും, വിലപേശി തെറ്റിപ്പിരിയും, എന്റെ 8 മുറം തിരിച്ചു തരൂ എന്ന് പറയും. ആ വീട്ടുകാരും വിചാരിക്കും പാക്കനാർക്ക് കണക്ക് തെറ്റിയതാണ്, 1 മുറം അവരെടുത്തു വെക്കും. അടുത്ത വീട്ടിൽ 7 മുറം തിരിച്ചു വാങ്ങും. അങ്ങനെ 9 മുറവും വെറുതെ കൊടുത്തിട്ട് 10ാമത്തെ മുറം മാത്രം കിട്ടിയ വിലയ്ക്ക് വിറ്റ് ആ പണം കൊണ്ട് അന്നത്തെ അരിക്ക് അത്താഴത്തിനുള്ള അരി വാങ്ങി കിഴിക്കെട്ടി വീട്ടിലേക്ക് മടങ്ങി സമാധാനത്തോടുകൂടി പാക്കനാരും ഭാര്യയും കഴിഞ്ഞുകൂടി. എന്തിനാണ് ഇങ്ങനൊരു വിഡ്ഢിത്തം ചെയ്ത് നാട്ടുകാരുടെ പരിഹാസപാത്രമാകുന്നത് എന്ന് പാക്കനാരുടെ ഭാര്യ ചോദിക്കും. പാക്കനാർ പറയും, നമുക്കൊരു നേരത്തെ ആഹാരമല്ലേ വേണ്ടൂ, അതിന് 1 മുറം കിട്ടിയ വിലയ്ക്ക് വിറ്റ കാശുണ്ടല്ലോ, എന്നാൽ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് 10 മുറം ഉണ്ടാക്കിയത് എന്ന് പാക്കനാരുടെ പത്നി ചോദിക്കും. നമുക്ക് 10 മുറം ഉണ്ടാക്കാനുള്ള കർമ്മശേഷിയുണ്ട്, അതനുസരിച്ച് 10 മുറം ഉണ്ടാക്കി. 9 മുറം നമ്മുടെ കർമ്മത്തിന്റെ ഫലമായി മറ്റുള്ളവർക്ക് കൊടുത്തു. നമുക്ക് വേണ്ട 1 മുറത്തിന്റെ പ്രതിഫലം മാത്രം നാം സ്വീകരിച്ചു. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അത്താഴക്കഞ്ഞിക്ക് അരി എടുത്താൽ തീരും ആളെ കൊല്ലിയുടെ ശല്യം. എലി കരണ്ടാലും പട്ടി കുരച്ചാലും കൂരയിൽ കള്ളൻ കയറിയാലും പിന്നെ പേടിക്കണ്ട, മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാം. ആളെക്കൊല്ലി എന്ന് പാക്കനാർ പറഞ്ഞത് പണത്തെക്കുറിച്ചാണ്. അതും ഒരു കഥയാണ്. ഒരു മുളയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ നിധി പങ്കുവെക്കാൻ വേണ്ടി 2 കൂട്ടുകാർ നടത്തിയ ഒരു സമരം, അവർ തമ്മിലുള്ള പക, അതിന്റെ ഭാഗമായി 2 പേരും മരിക്കാനിടയായത്. ഈ കഥ പറഞ്ഞുകൊണ്ട് പാക്കനാർ പറയും, പണം ആളെക്കൊല്ലിയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹമില്ലാതാക്കുന്നത് ധനമാണ്. അതുകൊണ്ട് ധനത്തിൽ തനിക്ക് ആർത്തിയില്ല, തനിക്ക് ധനം ആവശ്യമില്ല. തന്റെ കർമ്മത്തിൽ പറ്റുന്നിടത്തോളം കർമ്മം ചെയ്ത് സമൂഹത്തിന് സത്യം കാണിച്ചു കൊടുത്ത കർമ്മയോഗിയായിരുന്നു പാക്കനാർ. പന്തിരുകുലത്തിലെ എല്ലാ മഹാപുരുഷന്മാരും മറ്റുള്ളവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്ന ഇത്തരം ചില മഹാസിദ്ധികൾ കൊണ്ടുനടന്ന ആളുകളാണ്. ജ്ഞാനിയായ ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പാക്കനാരെ വിശേഷിപ്പിക്കാം. അങ്ങനെ ജ്ഞാനിയായ ഭ്രാന്തൻ പറയേണ്ട സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയനാരായി. പറയനാരും പാക്കനാരുമായ ആ മഹാപുരുഷന്റെ സ്മാരകമാണ് നിളാതീരത്തെ ഈ പാക്കനാർ കാഞ്ഞിരം. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ വർഷം തോറും പാക്കനാർ തോറ്റം പാടി, തോറ്റം മുടിച്ച് പാക്കനാർ ഉത്സവം ആചരിക്കുന്നത്. ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഈരാറ്റിങ്ങൽ കോളനിയിലേക്ക്. ഈരാറ്റിങ്ങൽ കോളനി പാക്കനാർ കോളനിയാണ്. പാക്കനാരുടെ പിന്മുറക്കാർ താമസിക്കുന്നത് അവിടെയാണ്. പാക്കനാർ ഉപാസിച്ചിരുന്ന ചൊവ്വ, പറക്കുട്ടി മുതലായ അതിശക്തിമത്തായ ദേവതകളെ അവിടെ പരിപാലിച്ചു പോരുന്നുണ്ട് എന്നാണ് സങ്കല്പം. അവിടെ ഇന്നും പാക്കനാരുടെ പിന്മുറക്കാർ പാക്കനാരുടെ കുലത്തൊഴിലായ കുട്ട, മുറം, നെയ്ത്ത് പോലുള്ള കാര്യങ്ങൾ നടത്തിപ്പോരുന്നു. നളേ 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 ഏരാശുമൂരാശുമേ അന്ന് തോന്നിക്കണ്ടോരു കാലമേ മേലേക്കോരും മേല അണ്ടാകാശം തോന്നി. ചരിത്രപുരുഷനും ഐതിഹ്യ പുരുഷനുമായ പാക്കനാരുടെ പിന്മുറയിൽ ഇപ്പോൾ ഈ കോളനിയിലുള്ളത് പാക്കേട്ടനാണ്. പാക്കേട്ടൻ ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. പാക്കനാർ ക്ഷേത്രത്തിൽ പാക്കനാരുടെ പാരമ്പര്യം ഇന്നും അവർ കാത്തു പരിപാലിച്ചു പോരുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് തന്നെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പാർക്കേട്ട, എങ്ങനെയാണ് പാക്കനാരുടെ പഴയ പാരമ്പര്യത്തെ, ആ ഒരു പന്തിരുകുല കഥയുടെ മഹത്വപൂർണമായ ഒരു ചരിത്രത്തെ എങ്ങനെയാണ് പാർക്കേട്ടിനെ പോലുള്ള ആളുകൾ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ അതിന്റെ സ്മരണകൾ നിലനിർത്തിപ്പോരുന്നത്? പാക്കനാരുടെ തറവാളാണ് ഇത്. ഇവിടെ 10-18 കുടുംബങ്ങൾ ഇന്നിപ്പോ ആ താവഴിയിലുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ പാക്കനാര് കൊണ്ടു നടന്നിരുന്ന കുറെ ഉഗ്രമൂർത്തികൾ, അതായത് അദ്ദേഹം വായിച്ചു വന്നിരുന്ന മൂർത്തികളുണ്ട്. ചൊവ്വ, പറക്കുട്ടി തുടങ്ങിയുള്ള ഇത്.
അത് ഇവിടെയാണ് അത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തറവാടാണ് ഇത്. ഇത് അദ്ദേഹത്തിന്റെ കാരണവരായിട്ടുള്ള അഗ്നിഹോത്രി ഇരിക്കാൻ വേണ്ടി കൊടുത്തുള്ളതാണ്. പാക്കനാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ദേശാടനം നടത്തിയിട്ട് ഇങ്ങനെ പോരുകയായിരുന്നു. കുലത്തൊഴിലായ കൊട്ട, മുറമ്പനമ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞ് കുറച്ച് നാൾ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഓരോരോ ഭാഗത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ എത്തിയപ്പോൾ മൂത്ത കാരണവരായ അഗ്നിഹോത്രി ഇത് കാണാനിടയാവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാ പാക്കൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന, ഒരു ഭാഗത്ത് സ്വസ്ഥായിട്ട് ഇരുന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അതൊരു ശരിയാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ഇരിക്കാനുള്ള ഒരു കൂര എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു ചാള, അതിനുള്ള ഒരു സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞ് അഗ്നിഹോത്രി അനുവദിച്ചു കൊടുത്തുള്ള സ്ഥലമാണ് ഇത്. അങ്ങനെ ഇവിടെ വന്ന് ചെറിയൊരു കൂര പോലെ ഉണ്ടാക്കി അതിൽ അദ്ദേഹം ആവാഹിച്ചു പോന്നിരുന്ന മൂർത്തികളെ അവിടെ ഇരുത്തി പൂജ നടത്തി വന്നിരുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഭാരതപ്പുഴയുടെ അങ്ങേകരയ്ക്ക് ഒരു മംഗലം കുന്നെന്ന് പറയതില്ല, അവിടുന്ന് പൂക്കളർത്ത് ഇങ്ങോട്ട് വന്നിട്ട് പൂജ നടത്തി അങ്ങനെയായിരുന്നു കാലം തള്ളി നീക്കിയിരുന്നത്. അങ്ങനെ അക്കരെ പോയി പൂക്കളർത്ത് ഇങ്ങേ കരയ്ക്ക്, പുഴയുടെ ഇങ്ങേ കരയ്ക്ക് കയറിയ സമയത്ത് അദ്ദേഹം ക്ഷീണിതനായി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഊന്നുവടിയായിട്ട് കാഞ്ഞിരത്തിന്റെ ഒരു വടിയാണ് ഉണ്ടായിരുന്നത്. ആ കാഞ്ഞിരത്തിന്റെ വടി ഊന്നി പിടിച്ച് ഇരുന്നിട്ട് അദ്ദേഹം അവിടെ സമാധിയാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ കാഞ്ഞിരത്തിന് ആ വടിക്ക് മണ്ണ് കൂട്ടിയിട്ട് അതങ്ങനെ നിലനിർത്തി അവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ആഘോഷം കൊണ്ടാടി വന്നു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ കാഞ്ഞിരത്തിന്റെ വടി തളിർത്തു വന്നു. അതാണ് അവിടെ നിൽക്കുന്ന കാഞ്ഞിരം എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം കൊണ്ടാടാറുണ്ട്. പണ്ട് ചെറിയ ഈ തോറ്റം ചൊല്ല എന്ന് പറയും, പാക്കനാർ തോറ്റം, ആ തോറ്റം ചൊല്ലി അവസാനിപ്പിക്കലായിരുന്നു. ഇപ്പൊ അത് പോരാ, ഒന്നും കൂടി ആഘോഷത്തിൽ വരണം എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് അതിനുള്ള ഒരു സെറ്റപ്പിൽ വെച്ച് ഇപ്പൊ നല്ല ആഘോഷത്തോടു കൂടെ കൊണ്ടാടും. ആ ഉപാസനാമൂർത്തികളെ, പാക്കനാർ ഉപാസിച്ചിരുന്ന മൂർത്തികളൊക്കെ എപ്പോഴും പരിപാലിച്ചു പോരുന്നുണ്ടല്ലോ. ആ അന്ന് പാക്കനാർ ആരാധിച്ചു പോന്നിരുന്ന ഉഗ്രമൂർത്തികളായിട്ടുള്ള ആ മൂർത്തികളെ എല്ലാം ഇവിടെ കുടിവെച്ചുകൊണ്ട് ഇപ്പോ അതിന്റെ പിൻതലമുറക്കാരായ ഞങ്ങൾ അത് ആവാഹിച്ച് അതിനെ അനുസരിച്ചിട്ട് വരുന്നു. ഇവിടെ ധാരാളം വഴിപാടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അവർക്ക് ഫലപ്രാപ്തി വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു.